നമസ്കാരം, വിഷ്ണു വലയേട്ടിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചൽ പടിഞ്ഞാറ വയലയിലാണ്. ഇന്ന് രാവിലെ മനോരമ പത്രത്തിൻ്റെ ഒരു പ്രധാന വാർത്തയായിരുന്നു യുവാവിനെ ആക്രമിച്ച് പണം തട്ടിയ സംഘത്തിലെ സ്ത്രീയടക്കം 2 പേർ പിടിയിൽ എന്നുള്ളത്. അതിൽ 2 പ്രതികൾ ഒളിവിലായിരുന്നു. അതിൽ ഒരു പ്രതിയാണ് ഇപ്പോൾ പടിഞ്ഞാറ വയലയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അറസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ മറ്റൊരു പ്രതി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ ഇപ്പോൾ ഈ വീടിനുള്ളിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ ഒരു ചാക്ക് നിറയെ മാരകായുധങ്ങളും അതുപോലെ 2.5 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. പുനലൂർ ടൗണിൽ വെട്ടിപ്പുഴ തോടിന് സമീപം വെച്ചാണ് ഈ സംഭവം നടന്നത്. ഇവിടെ ചെട്ടിക്കുളങ്ങര കാർത്തികയിൽ ഗിരീഷിനെയാണ് ആക്രമിച്ച് സ്വർണവും പണവും കവർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ കാവാലം കുന്നുമക്കര പുത്തൻവീട്ടിൽ കുഞ്ഞുമോൾ 46, ഇവരുടെ ഡ്രൈവർ തിരുവനന്തപുരം വെമ്പായം പോത്തൻകോട് സ്വദേശി നന്നാട്ടുകാവ് SN മൻസലിൽ നിജാസ് എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാളെയാണ് കണ്ടുകിട്ടാനിരുന്നത്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ഇവരുടെ കൂട്ടുപ്രതിയായ ഒരാളെ കൂടി ഇനി പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്നും ഇപ്പോൾ ഒരു ചാക്ക് നിറയെ മാരകായുധങ്ങളും അതുപോലെ 2.5 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ കാര്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഞാൻ ഇന്നിപ്പോൾ 1 മണിക്കൂർ മുമ്പാണ് ഈ സംഭവം അറിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് രണ്ട് ആൾക്കാർ ആ വീട്ടിൽ താമസമുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. ഇവർ വാടകയ്ക്ക് 1.5 മാസം മുമ്പ് വാടകയ്ക്ക് കൊടുത്തിട്ട് ഈ വീട്ടിലെ ആൾക്കാർ വേറെ ഫ്ലാറ്റിലാണ് താമസമെന്ന് അറിഞ്ഞ്. പക്ഷേ ഇവിടെ ഇരുന്ന പയ്യൻ പറഞ്ഞ് ഞാൻ ശനിയാഴ്ചയാണ് ഇവിടെ വീട്ടിൽ വന്നത്, എനിക്കൊന്നും അറിയത്തില്ല, 2-3 അടിക്കേസിൽ പ്രതിയാണ്, അല്ലാതെ ഇവരെക്കുറിച്ച് യാതൊന്നും എനിക്ക് അറിയത്തില്ലെന്നാണ് എൻ്റെ കൂടെ പറഞ്ഞത്. പക്ഷേ പോലീസുകാർ എൻ്റെ കൂടെ പറഞ്ഞപ്പം പോലീസുകാരുടെ ആ ബാഗിൽ നിന്ന് തന്നെ വടിവാള്, പേനാക്കത്തി, കഴുത്തറക്കുന്ന ഒരുപാട് സാധനങ്ങൾ, ആയുധങ്ങൾ, പല സാധനങ്ങളും ഇവരതിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ 2.5 ലക്ഷം രൂപ ഇവർ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലെ മെത്തയിൽ നിന്നും കണ്ടെടുത്ത്, അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് കൊണ്ടുവന്നയാളെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 5.5 പവനോളം ഉണ്ട് മാല, സ്വർണ്ണമുണ്ട്, അതിൽ അല്ലാത്തതുണ്ട്, 2-3 മാലകളുണ്ട്. എല്ലാം ഇവരിങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുവന്നു. എന്നാലും നമ്മുടെ വാർഡിൽ ഇത് ഭയങ്കര വല്ലാത്തൊരു വിഷമത്തിന് ഇടയാക്കി ഈ സംഭവം. ഇത്രയും നമ്മുടെ വാർഡിൽ പിഞ്ചു കുഞ്ഞുങ്ങളും ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഈ വാർഡിൽ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയാൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇന്ന് കുഞ്ഞൊരു മാല ആയാലും ഒരു 2 ഗ്രാമിൻ്റെ മാല ആയാലും ഇട്ടുകൊണ്ട് പോകുന്നത് അയ്യന്മാർ കഴുതറത്ത് കൊല്ലൂലെന്ന് എന്ത് വിശ്വാസത്തിലാണ് നമ്മളെ മനുഷ്യർ ഇവിടെ നോക്കിയിരിക്കുന്നത്. ഞാൻ ഇന്നാണ് അറിയുന്നത് യൂക്കാലിമുക്കിൽ വസ്തു മേടിച്ച് വീട് വയ്ക്കുന്നെന്ന്. അവിടെ നിന്നാണ് ഈ 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. 2-ാം പ്രതി എന്ന് പറയുന്ന കക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഒരു പയ്യനുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിയിലായിരുന്നു ആണ് വീട്. അവൻ ഇപ്പം ചെന്നൈയിലാണ് താമസം, അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് എൻ്റെ കൂടെ പറഞ്ഞത്, പോലീസുകാരോടെ പറഞ്ഞത്. ഇതൊക്കെയാണ് നിലവിലുള്ള കാര്യങ്ങൾ. എൻ്റെ ചേഴക്കാരിയുടെ വീട്ടിലാണ് ഒരു വാടകയ്ക്ക് താമസിക്കുന്നത്. 1.5 മാസമായി അവർ കൊടുത്തത്. ഞാനിപ്പോൾ ഇന്നാ അറിയുന്ന വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഞാനവിടെ വീട്ടിൻ്റെ അവിടേക്ക് ആകുമ്പം ഒരുപാട് പോലീസുകാർ വരുന്നു. ഈ പോലീസുകാർ ചോദിച്ച് ഇവിടെ ആരൊക്കെ താമസമുണ്ട്. നമ്മുടെ ഇവിടെ ജനങ്ങൾ താമസമുണ്ടെന്ന് പറയുന്നു. അല്ല, വേറെ 2 പേര് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. എങ്കിലും അവർ ഞാൻ അവരെ പുറകെ പോയി. അവർ എനിക്കുള്ള ഒരു പെങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അപ്പുറത്ത് വണ്ടി കൊണ്ട് നിർത്തി. അവർ താഴോട്ട് ഇറങ്ങി ചെന്ന് അപ്പോൾ കാണാം ഒരു ചെറുക്കൻ റോഡിൽ ഓടുന്നു, ഇവർ താഴോട്ട് ഓടുന്നു. അങ്ങനെ എത്തി കഴിഞ്ഞപ്പോൾ കാണാം ഒരുത്തിനെ വിലം കിട്ടുകൊണ്ട് കയറി വരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ബാക്കി പൈസ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുന്നു. അവനെ വണ്ടിയിൽ കയറ്റുന്നു. അപ്പോൾ പോലീസുകാരെ തിരിച്ച് ആക്രോശിക്കുന്നു. അവസാനം പോലീസ് ഈ വണ്ടി കൊണ്ടങ്ങ് പോയി. പോലീസ് ജീപ്പിൽ അവർ വന്നിറങ്ങി. അപ്പോൾ അവിടെ നിന്നവർക്ക് സംശയം തീർന്നു. ആ വീട്ടിൽ ചെന്ന് പരിശോധന നടത്തി തിരിച്ച് ഒരു വാടകയ്ക്ക് താമസിക്കൂടാന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ബൈക്കിനകത്ത് മുമ്പേ വന്ന് വീട് കാണിച്ചു കൊടുത്തു. കാര്യം ഇവിടെ നിന്ന് വീട് പരിശോധിച്ചപ്പോഴാണ് ആദ്യം മെത്തയുടെ കീഴിൽ നിന്ന് 500 രൂപ കെട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ പരിശോധിച്ചപ്പം ഒരു വടിവാൾ, പിന്നെ ഒരു വലിയ കൊടുവാൾ ചുറ്റിട്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് മണ്ട് കൊടുവാൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കത്തികൾ, മടക്ക് കത്തി, അല്ലാത്ത കത്തി, പിന്നെ ഗ്ലാസ് കട്ട് ചെയ്യുന്ന ഏതാണ്ട് ഒരു ബാഗ് നിറച്ചുള്ള മാരകായുധങ്ങളാണ്.